ടി.പി. ചന്ദ്രശേഖരന്റെ വധം കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. 2012 മെയ് 4 രാത്രി 10 മണിക്ക് ടി.പി. ചന്ദ്രശേഖരൻ ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ ഒഞ്ചിയത്ത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരു കാറിൽ ആൾക്കാർ വന്നു അദ്ദേഹത്തിന് നേരത്തെ ബോംബ് എറിഞ്ഞു. അദ്ദേഹം താഴെ വീണു. അദ്ദേഹത്തിനെ വെട്ടിക്കൊന്നു. അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പ്രതികൾ പോയത്. 51 വെട്ട് ടി.പി. ചന്ദ്രശേഖരന്റെ ബോഡിയിലുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അറിയാം ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന് എത്ര വെട്ട് മുഖേനയാണ് എന്ന്. ഒഞ്ചിയത്തെ ഓഫീസിൽ വള്ളിക്കാട് ലീഗ് ഹൗസിന് സമീപത്ത് വെച്ചിട്ടാണ് കിർവാണി മനോജും കൊടിസുനിയും ചേർന്ന കൊട്ടേഷൻ സംഘം വെട്ടിക്കൊന്നത്. കണ്ണൂർ ഭാഗത്തുള്ള ഈ ഗുണ്ടകള്, കൊലപാതകികള് എന്തിനാണ് ഓഞ്ചിയത്ത് പ്രവർത്തിക്കുന്ന ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തില് അവരെന്തുകൊണ്ട് വന്നുപെട്ടു എന്നുള്ള അന്വേഷണം അന്ന് തകൃതിയായിട്ട് നടന്നു. ഏതായാലും പോലീസ് ആ കൊലപാതകികളെ കണ്ടെത്തി. അതിനകത്ത് കൊടിസുനിയും അതുപോലെ കിർമാണി മനോജാണ് പാർട്ടിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തത്. കിർമാണി മനോജ പിന്നീട് കൊടിസുനിയും സംഘത്തെ ഇതിനകത്ത് ചേർത്തു. ഒരാഴ്ച മുമ്പ് അവര് വടകര ഒരു ബാറിൽ അവിടെ വെച്ച് സമ്മേളിച്ചു, കൊലപാതകം പ്ലാൻ ചെയ്തു. അതിനകത്ത് അവിടുത്തെ ഒഞ്ചിയത്തെയും വടകരയിലെയും അവിടുത്തെ പല പ്രാദേശിക നേതാക്കളും ഉൾപ്പെട്ടിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. CPM-ന്റെ തലപ്പത്തുള്ളവർക്ക് ഇയാളെ കൊലപ്പെടുത്തുമെന്നും കൊലപ്പെടുത്തിയ ശേഷം ആ വിവരങ്ങൾ അപ്പം അവരുടെ മൊബൈൽ ഫോണിൽ എത്തപ്പെട്ടു എന്നും ചരിത്രവും അതിൻ്റെ രേഖകളും തെളിവുകളുമാണ്. ഏതായാലും 36 പ്രതികള് അന്ന് ട്രയലിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ 24 പ്രതികളെ ട്രയൽ കോടതി വെറുതെ വിട്ടു. 12 പേരെ ട്രയൽ കോടതി ശിക്ഷിച്ചു. 11 പേർക്ക് ജീവപര്യന്തവും, ഒരാൾക്ക് തെളിവ് നശിപ്പിച്ചതിന് 3 വർഷത്തെ ശിക്ഷ ചേർത്ത് 12 പേരെയാണ് ശിക്ഷിച്ചത്. ബാക്കി 24 പേരെ വെറുതെ വിട്ടു. അതിൻ്റെ അപ്പീൽ ഇപ്പം ഹൈക്കോടതി വന്നിരിക്കുന്നു. ഹൈക്കോടതിയിലെ അത് ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചു. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും അതുപോലെ കൗസർ എടപ്പഴകത്തും അവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഈ ക്രിമിനൽ അപ്പീല് പരിശോധിച്ചത്. എന്തായാലും സുപ്രധാനമായ ഒരു നിരീക്ഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയിരിക്കുന്നു. കൊലപാതകികൾക്ക് പാർട്ടി സംരക്ഷണം കൊടുത്താലും ആര് സംരക്ഷണം കൊടുത്താലും അവർക്ക് തക്കതായ ശിക്ഷ വർഷങ്ങളെടുത്താലും ശരി ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം കൊണ്ട് നാം പഠിക്കേണ്ടത്. കാരണം 2014 ഫെബ്രുവരി 19 അപ്പീൽ വന്നു. അതിനുശേഷം ആ അപ്പീൽ, പ്രതികളുടെ അപ്പീലും അതുപോലെ ഇവർക്ക് ശിക്ഷ പോരാ, വെറുതെ വിട്ടവരെ ശിക്ഷിക്കണം എന്ന് തുടങ്ങി വാദഗതികൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിലെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ആ വാദഗതി നിരത്തിയിരുന്നു. എന്തായാലും ഒഞ്ചിയത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ SFI കൂടെയും DYFI കൂടെയൊക്കെ വളർന്നു വന്നത് അവിടെ അവസാനം പാർട്ടിയുമായിട്ട് തെറ്റിച്ചെന്ന് അവിടുത്തെ CPM റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി രൂപീകരിച്ച് ഒഞ്ചിയത്തെ പഞ്ചായത്തിന്റെ ഭരണം പിടിക്കുകയും അദ്ദേഹം അവിടെ MP ആയിട്ട് മത്സരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഉരുക്കുകോട്ടയായ CPM-ന്റെ അവിടെ വിള്ളലുണ്ടായി. അവിടെ കോൺഗ്രസ് ജയിക്കുകയും CP ചന്ദ്രശേഖരൻ അവിടെ പഞ്ചായത്ത് നിന്നുകൊണ്ടാണ് CPM-ന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയത് എന്നൊക്കെ അന്ന് വിലയിരുത്തപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ടി.പി. ചന്ദ്രശേഖരനെ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പാർട്ടിയുടെ ചില ആൾക്കാരുകൾ തീരുമാനമെടുക്കുകയും അതനുസരിച്ച് ഗുണ്ടകളെ ഇറക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്തത്. കാരണം അവർക്ക് കിർമാണി മനോജ് എന്ന ഗുണ്ടയെ ആ ജോലി ഏൽപ്പിക്കുകയും അയാളുടെ സുഹൃത്തായ കൊടിസുനിയെയും മറ്റും കൊണ്ടുവന്ന് ഈ കൊലപാതകം നടത്തുകയും ചെയ്തു. പാർട്ടിയിലെ പല ഉന്നതരും ഇതിനകത്ത് പ്രതിയായി, ചിലരൊക്കെ മരിച്ചുപോയി. ഇപ്പൊ ഹൈക്കോടതി നിരീക്ഷണം നടത്തിയപ്പം അപ്പീലിൽ നിരീക്ഷിച്ചിട്ട് ഈ 12 പേരെ ശിക്ഷിച്ചവരെ ഹാജരാക്കണം. ബാക്കി 24 പ്രതികളെയും വിട്ടുപോയ പ്രതികളെയും കോടതിയിൽ ഹാജരാക്കാൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ
12 പ്രതികളെ ശിക്ഷിച്ചവര് 11 പേരും ജീവപര്യന്തം ശിക്ഷിച്ചവരാണ്. അതിന് ആ ജീവപര്യന്തം കേസിനകത്ത് ആരെയോ ഇത്രയും മൃഗീയമായ കൊലപാതകം നടത്തിയവരെ തീർച്ചയായിട്ടും വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടി വരും. കാരണം ആ 12 പേര് ജീവപര്യന്തം ശിക്ഷിച്ച 11 പേരും കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞതിൽ നിന്ന് അവർക്ക് അതിശക്തമായ തെളിവുകൾ കോടതിയുടെ പക്കൽ ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ പോരാ, അവർ ജീവപര്യന്തം ശിക്ഷ പോരാ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തോട്ട് കൊടുക്കാൻ വധശിക്ഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചില പ്രതികൾക്ക് കൃത്യമായ ഒരാളെ വെട്ടിക്കൊന്നതിന് അത് ഒരു വൈരാഗ്യമോ ഒരു അടുപ്പവും ഇല്ലാത്ത ഈ പ്രതികൾ വാടകയ്ക്ക് വന്ന് വെട്ടിക്കൊന്നതിന് തീർച്ചയായിട്ടും കർശനമായ ശിക്ഷാവിധി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും അടുത്ത 26-ന് ചില പ്രതികൾക്ക് വധശിക്ഷ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.